ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിലെ ആദ്യ യൂണിറ്റ് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റാണ് ഹാർമണി ഓഫ് മാർവൽസ്. ഹാർമണി ഓഫ് മാർവൽസിലെ ആദ്യത്തെ ചാപ്റ്റർ എ റോബോട്ട് വിത്ത് എ വൈറസ്. എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠത്തിൻ്റെ മുഴുവൻ മലയാളം എക്സ്പ്ലനേഷൻ, അതുപോലെ അത് തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഡോർവേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ റോബോട്ട് വിത്ത് വൈറസ് തുടക്കം മുതൽ ആ ചാപ്റ്റർ എൻഡ് വരെയുള്ളത് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. ഇത് പാർട്ട് 1 ക്ലാസ് ആണ്. പാർട്ട് 2 ക്ലാസ് അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ഈ അധ്യയന വർഷത്തിൽ, പുതിയൊരു അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പറിന് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ പാഠത്തിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാവും, ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. അതെല്ലാം നമ്മൾ അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ഈ ചാനലിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഹാർമണി ഓഫ് മാർവൽസ് യൂണിറ്റ് 1 തുടങ്ങുമ്പോൾ ഇതുപോലൊരു ചിത്രമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. വണ്ടർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്ന് പറയുന്ന സോക്രട്ടീസിൻ്റെ കോട്ടിങ്സും തന്നിട്ടുണ്ട്. നോക്കൂ, ദ ഡോർവേ ആണ്. ഡോർവേയിലെ ചോദ്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം അതാണ് ചെയ്യാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള റോബോട്ടിൻ്റെ ചിത്രമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിനെ തുടർന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്കിതിൽ 4 ചോദ്യങ്ങളാണുള്ളത്. വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം? അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. റോബോട്ട്സിന് ചെയ്യാൻ പറ്റുന്ന ചില കോമൺ ആയിട്ടുള്ള ടാസ്കുകൾ എന്തൊക്കെയാണ് അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഉത്തരം: ക്ലീനിങ് ദ ഹൗസ്, കുക്കിംഗ് മീൽസ്, സെർവിങ് ഫുഡ്, ഹെൽപ്പ് ഇൻ സർജറീസ്. ഇതെല്ലാം റോബോട്ട്സിന് ചെയ്യാൻ സാധിക്കും. അടുത്ത ചോദ്യം: ഹാവ് യു എവർ സീൻ ഓർ ഹേർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് കോഴ്സ്? വീട്ടുജോലികളും എല്ലാം ചെയ്യുന്ന റോബോട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതാം. ഞാൻ ഇവിടെ ഡയറക്റ്റ്ലി കണ്ടിട്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഐ ഹാവ് നോട്ട് ഡയറക്ട്ലി സീൻ എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് കോഴ്സ്, ബട്ട് ഐ ഹാവ് സീൻ ഇറ്റ്സ് പിക്ചർ ആൻഡ് ഐ ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. പക്ഷെ ഞാൻ അതിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് കേട്ടിട്ടുമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ട് എന്ന് തന്നെ എഴുതാൻ, എവിടെയാണെന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം: ഇഫ് യു ഗെറ്റ് ദ സർവീസസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു? നിങ്ങൾക്ക് റോബോട്ടിൻ്റെ സർവീസ് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക? ഐ വിൽ മേക്ക് ഇറ്റ് ടു ക്ലീൻ ദ ഹൗസ്. ഞാൻ അതിനെ വീട് ക്ലീൻ ചെയ്യിപ്പിക്കും. വാഷ് ക്ലോത്ത്സ് വാഷ് ചെയ്യിപ്പിക്കും. കുക്ക് ആൻഡ് സെർവ് ഫുഡ്, ഭക്ഷണം കുക്ക് ചെയ്ത് അത് സെർവ് ചെയ്യിപ്പിക്കും. അടുത്ത ചോദ്യം: ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഡിവൈസസ് എന്തൊക്കെയാണെന്നാണ് കേട്ടോ. വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, മൈക്രോവേവ് ഓവൻ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ. ഇതെല്ലാം നമുക്ക് ഒരു രീതിയിലെങ്കിൽ ഓരോ സർവീസസ് നമുക്ക് ചെയ്തു തരുന്ന ഗാഡ്ജറ്റ്സ് ആണ്. അടുത്തത് നമ്മുടെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. എ റോബോട്ട് വിത്ത് എ വൈറസ്. പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ്റെ ആണ് ഈ സ്റ്റോറി. അപ്പം നമുക്ക് ഈ സ്റ്റോറി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എന്താണ് ഇതിൽ പറയുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും റോബോട്ടിനെയൊക്കെ നമുക്ക് ആ പേര് ഇപ്പോൾ പരിചിതമാണല്ലോ, റോബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ വീടുകളിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൂക്കാനും തുടയ്ക്കാനും ഒക്കെയുള്ള റോബോട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ വാങ്ങുന്നത് പോലെ തന്നെ ആ ടൈപ്പ് ഓഫ് റോബോട്ട്സിനെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതേപോലെ കണ്ടോ, നമ്മൾക്ക് ഇവിടെ ഒരു റോബോട്ടിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. It was a sunny morning. The vibrant golden sunlight danced across the streets. It cast warm hues upon the housetops. The air was crisp and refreshing. The sunbeams peeped into Ricky's room through the skylight.
ഇറ്റ് വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. അപ്പോൾ നമ്മളിത് തുടങ്ങുമ്പോൾ ഇവിടെ ഒരു സണ്ണി മോർണിംഗ് ആണ് അല്ലേ, ഒരു വെയിൽ നിറഞ്ഞ ഒരു പ്രഭാതമാണത്, വെയിൽ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞാൽ റോഡിലൊക്കെ എന്താണ്, ആ സൂര്യൻ്റെ പ്രകാശം വന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. സൂര്യപ്രകാശം എത്തിക്കഴിഞ്ഞു ഭൂമിയിലേക്ക് അല്ലേ. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. അപ്പോൾ വീടുകളുടെ മുകളിൽ അത് ചൂടുള്ള നിറങ്ങൾ വിതറി. അതായത് സൂര്യൻ വന്നു, സൂര്യൻ്റെ കിരണങ്ങൾ വീടുകളുടെ മേലെയൊക്കെ തട്ടിത്തുടങ്ങി എന്നാണ് പറയണത്, സൺലൈറ്റ് കേട്ടോ. അതേപോലെ തന്നെ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. നമ്മളുടെ എയർ, വായു, പുറത്തുള്ള ആ എയർ വളരെ ഉന്മേഷദായകവും ആയിരുന്നു. പിന്നെന്താ പറയുന്നത്, ദ സൺബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈലൈറ്റ്. അപ്പോൾ സൂര്യരശ്മികൾ റിക്കിയുടെ മുറിയിലേക്ക് സ്കൈലൈറ്റിലൂടെ വന്ന് എത്തി നോക്കി എന്നാണ് പറയുന്നത്. പീപ്പ് ചെയ്തു, ഉള്ളിലേക്ക് വന്നു. റിക്കി എന്ന് പറയുന്നതാണ് ഈ കഥയിലെ കുട്ടി. ആ കുട്ടിയുടെ റൂമിലേക്ക് സൂര്യപ്രകാശം എത്തിക്കഴിഞ്ഞു. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. പക്ഷെ അവൻ അപ്പോഴും കിടക്കയിലായിരുന്നു, ഉറങ്ങുകയായിരുന്നു. ഒരു യങ് ബോയ് ആണ്, 11 വയസ്സുള്ള ഒരു പയ്യനായിരുന്നു നമ്മുടെ റിക്കി. റിക്കി lived in a lovely futuristic house which had everything you can ever want. അപ്പോൾ റിക്കി താമസിച്ചിരുന്നത് മനോഹരമായിട്ടുള്ളൊരു വീട്ടിലാണ്, എല്ലാ സൗകര്യങ്ങളുമുള്ള എന്താണ് ഒരു വീട്ടിലാണ് അവൻ താമസിച്ചത്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷേ റിക്കി അവൻ്റെ ശീലങ്ങളിൽ തന്നെയായിരുന്നു, അവൻ മടിയനായിരുന്നു. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അവൻ അത്ര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു കുട്ടി ആയിരുന്നില്ല. അവൻ അവൻ്റെ സാധനങ്ങളൊക്കെ എല്ലായിടത്തും വലിച്ചെറിഞ്ഞ് ഒന്നും അടുക്കി പെറുക്കി വെക്കുകയോ നല്ല ശീലങ്ങളുള്ളൊരു കുട്ടി ആയിരുന്നില്ല. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. ഇവൻ എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു ചിട്ടയില്ലാതെ നടക്കുന്നൊരു കുട്ടി. അപ്പോൾ ഇവൻ അവിടെ ഇവിടെ കിട്ട സാധനങ്ങൾ, ഇവൻ്റെ സാധനങ്ങളെല്ലാം പെറുക്കി അടുക്കി വെക്കുന്നത് ആരായി? ഇവൻ്റെ അമ്മയായിരുന്നു. His mother, who was the manager of a bank, left in the morning for work. അപ്പോൾ അവൻ്റെ അമ്മ ജോലി ചെയ്യുന്നുണ്ട്, അമ്മ ബാങ്ക് മാനേജറാണ്, രാവിലെ തന്നെ അമ്മ ജോലിക്ക് പോകും. ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. പക്ഷെ പോകുന്നതിന് മുമ്പ് റിക്കിക്ക് വേണ്ടിയും അവർ ജോലി ചെയ്തിട്ടാണ് പോണതല്ലേ. റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. അപ്പോൾ എന്താ പറയുന്നത്, റിക്കി നിൻ്റെ സ്കൂൾ ബാഗ് നീ പഠനമുറിയിൽ സൂക്ഷിക്കൂ എന്ന് പറയുകയാണ്, സ്റ്റഡി റൂമിൽ. റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി, നിൻ്റെ ക്ലോത്ത്സ് കഴുകാനുള്ള തുണികളെല്ലാം വാഷിംഗ് മെഷീനിലിടൂ. റിക്കി, വാഷ് യുവർ ടിഫിൻ ബോക്സ്. ടിഫിൻ ബോക്സ് കഴുകൂ. റിക്കി, അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. നിൻ്റെ ടീഷർട്ടും ട്രൗസേഴ്സും എല്ലാം അയൺ ചെയ്ത് വെക്കൂ എന്നെല്ലാം അവരെപ്പോഴും പറയും, അമ്മ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. പക്ഷേ റിക്കി ഇതൊന്നും കേൾക്കില്ല, എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. റിക്കി ഡിഡിൻ ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്, ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. റിക്കി ഒന്നും ചെയ്തു കൊടുക്കില്ല, അതായത് വീട്ടിലൊരു സഹായം ചെയ്യാത്തൊരു കുട്ടിയായിരുന്നു. ഒരു ദിവസം ഇവൻ്റെ പാരൻസ് ഒരു റോബോട്ടിനെ വാങ്ങിച്ചിട്ട് വന്നു. അത് കണ്ടിവൻ വളരെയധികം എക്സൈറ്റഡ് ആയി. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ് ഓഫ് ഇറ്റ് വെൻറ്റ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. അപ്പോൾ ആ റോബോട്ട് വന്നതോടുകൂടി പാചകം ചെയ്യുക, ക്ലീൻ ചെയ്യുക, അയൺ ചെയ്യുക, അതെല്ലാം അത് ചെയ്യാൻ തുടങ്ങി. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. പക്ഷേ അത് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്താണെന്ന് വെച്ചാൽ റിക്കി എപ്പോഴും അവൻ്റെ തുണികളും മറ്റു സാധനങ്ങളും അങ്ങോട്ട് വാരി വലിച്ചിടും, നിലത്തൊക്കെ ഇടും. അപ്പോൾ ഈ നിലത്തിടുന്ന അവൻ്റെ തുണികളെല്ലാം ഇത് പെറുക്കി പെറുക്കി എടുക്കുമായിരുന്നു. ഓൺ ദ ഫസ്റ്റ് ഡേ വെൻ ഹി വെൻറ്റ് ടു സ്ലീപ്പ് ഹിസ് ബെഡ്റൂം വാസ് ഇൻ എ ഡിസാസ്ട്രസ് സ്റ്റേറ്റ് ആസ് യൂഷ്വൽ. അപ്പോൾ ഒരു ദിവസം രാത്രി റിക്കി ഉറങ്ങാൻ പോണ സമയത്ത് ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ അവൻ്റെ ബെഡ്റൂമിൽ തുണികളൊക്കെ വലിച്ചു വാരി അവൻ ഇട്ടിരിക്കുകയാണ്, താഴെയൊക്കെ തുണികൾ ഇട്ടിരിക്കുക കേട്ടോ. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ്, പക്ഷെ അടുത്ത രാവിലെ അവൻ എഴുന്നേറ്റപ്പോൾ എന്താ കാണുന്നത്? എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. അവൻ താഴെ ഇട്ടിട്ടുണ്ടായിരുന്ന തുണികളൊന്നും അവിടെ കാണാനില്ല. വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് ആ റൂം ഇരിക്കുന്നുണ്ടായിരുന്നത്. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലൈംഡ്. അപ്പോൾ അവൻ അങ്ങനെ എക്സ്ക്ലൈം ചെയ്യാണ്, ഓ എന്ത് ഭംഗിയാണ്, എത്ര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ്, ക്ലീൻ ആയിട്ടാണ് എൻ്റെ മുറി ഇരിക്കുന്നത് എന്ന് അവൻ അത്ഭുതപ്പെടുന്നുണ്ട്. ഇൻഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. റിക്കി കുഡിൻ ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്, റൂം വളരെ പെർഫെക്റ്റ്ലി ക്ലീൻ ചെയ്യാന്ന് പറയില്ല, അത്രയും നീറ്റായിരുന്നു. അവന് അവൻ്റെ ടീഷർട്ട്, അവൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്, ഒരു ഫേവറേറ്റ് ടീഷർട്ട് ഉണ്ട് റിക്കിയുടെ. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ഉണ്ട്.
നമ്മുടെ റോബോട്ട് ഇതെല്ലാം അടുക്കിപ്പെറുക്കി വെച്ചല്ലോ. ശേഷം നമ്മുടെ റിക്കി ഇത് തപ്പാണ് എവിടെയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ടീഷർട്ടും ഫുട്ബോളും തപ്പിയിട്ട് അത് അവന് കിട്ടിയില്ല. മാ വേർ ഇസ് മൈ ടീഷർട്ട്? അപ്പോൾ അവൻ ചോദിക്കുകയാണ്, അമ്മേ എൻ്റെ ടീഷർട്ട് എവിടെ? വേർ ഇസ് മൈ ബോൾ? എൻ്റെ ബോൾ എവിടെ? ഹി പെസ്റ്റഡ് ഹിസ് മദർ. അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുവാൻ. He could not find his things even after he had searched up and down. എല്ലാവിടെയും തെരഞ്ഞിട്ടും അവൻ അവൻ്റെ സാധനങ്ങളൊന്നും കിട്ടിയില്ല. He asked himself, where could they have gone? അവനോട് തന്നെ ചോദിക്കുകയാണ്, എവിടെ പോയി അതൊക്കെ? However much he searched during the day, those two items did not reappear. അന്ന് മുഴുവൻ തെരഞ്ഞിട്ടും ഈ ഫുട്ബോളും ടീഷർട്ടും അവന് കിട്ടിയില്ല. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. അടുത്ത ദിവസങ്ങളിലും ഇതുപോലെ തന്നെ സംഭവിച്ചു. പല സാധനങ്ങളും അവന് കിട്ടാതെയായി. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. അപ്പം നമ്മുടെ റിക്കിക്ക് ഒരു സംശയമായി, റോബോട്ടിൻ്റെ പണിയാണോ ഇത്? എൻ്റെ സാധനങ്ങളൊക്കെ മിസ്സാവുന്നു. അപ്പോൾ റോബോട്ടിനെ നിരീക്ഷിക്കാൻ ആര് തീരുമാനിക്കും? റിക്കി തീരുമാനിക്കും, ഇങ്ങനെ നിരീക്ഷിക്കും റോബോട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക്. ഇത് റോബോട്ടിൻ്റെ പണിയാവാനാണ് സാധ്യത എന്ന് അവൻ ചിന്തിക്കുകയാണ്. ഈ ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട്. അപ്പോൾ റോബോട്ടിനെ നിരീക്ഷിക്കാൻ അവൻ തീരുമാനിക്കും. റോബോട്ട് അറിയാതെ റോബോട്ടിനെ സ്പൈ ചെയ്യും. ആൻഡ് ബിഗൺ ഫോളോവിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. അങ്ങനെ വീടിന് ചുറ്റും റോബോട്ട് എവിടെയൊക്കെ പോകണോ അവിടെയൊക്കെ റിക്കി പോയി റോബോട്ടിനെ ഫോളോ ചെയ്തു. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. അവസാനം നമ്മുടെ റോബോട്ടിനെ പിടികൂടി. when it was picking up one of his clothes. അപ്പോൾ റിക്കിയുടെ ഒരു ക്ലോത്ത് റോബോട്ട് എടുക്കുന്ന സമയത്താണ് റോബോട്ടിനെ പിടിക്കുന്നത്. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട് ഒന്നുമില്ലാതെ റിക്കിനെ ഫോളോ ചെയ്താണ് പിടിക്കുന്നത്. റിക്കി റോബോട്ടിനെ ഫോളോ ചെയ്തു. ടു ഹിസ് സർപ്രൈസ് ഹി സോ ദ റോബോട്ട് ഫോൾഡിങ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോർ റൂം. അപ്പം എന്താ കാണുന്നത്? റോബോട്ട് ആ ടീഷർട്ട്, ഒരു ടീഷർട്ട് താഴെ കിടക്കുന്നത്, ആ ടീഷർട്ട് എടുത്ത് നീറ്റായിട്ട് മടക്കിയിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിട്ട് ഒരു പൈൽ ഓഫ് ക്ലോത്ത്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ആ ക്ലോത്തിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് ഇവൻ വെക്കുന്നതാണ് ആര് കണ്ടത്? റിക്കി കാണുന്നത്. ഓഫ് ഹി വെൻറ്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്. ഇത് കണ്ടതും നമ്മുടെ റിക്കി ഓടിപ്പോയി പാരൻസിനോട് പറയുകയാണ്, ഫാദർ ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. ഈ റോബോട്ട് ശരിയല്ല. ഹി ഹാസ് ഫിൽച്ച്ഡ് മൈ തിങ്സ്. അതിവൻ എൻ്റെ സാധനങ്ങൾ എന്ത് ചെയ്യാണ്? ഫിൽച്ച് ചെയ്യണമെന്ന് പറയണം അല്ലേ? ഓക്കെ, അപ്പോൾ ഓഫ് യു വെൻറ്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്, ഫാദർ ദിസ് ബട്ട്ലർ റോബോട്ട്, ഈ ബട്ട്ലർ റോബോട്ട് തകരാറുള്ളതാണ്, അവൻ്റെ സാധനങ്ങളൊക്കെ തട്ടിയെടുക്കുന്നു. ഫിൽച്ചിൽ എന്ന് പറഞ്ഞ് തട്ടിയെടുക്കുന്നു എന്ന് അർത്ഥമുണ്ട്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി, ലെറ്റ് us സെൻഡ് ഹിം ഓഫ്. അപ്പോൾ എനിക്ക് തോന്നുന്നു റോബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്ന സാധനമാണ്. അതിനെങ്ങനെ പ്രോഗ്രാം ചെയ്തോ അതുപോലെ മാത്രമേ അത് പ്രവർത്തിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബാഡ്ലി പ്രോഗ്രാം ചെയ്തിരിക്കുന്ന സാധനമാണ്, നമുക്കതിനെ തിരിച്ചയക്കാമെന്ന് നമ്മുടെ റിക്കി പറയുന്നു. അബ്സല്യൂട്ട്ലി നോട്ട്, ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. അപ്പോൾ ഫാദർ പറയും, അല്ല, ഹി വാസ് എൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. അപ്പോൾ അച്ഛൻ പറയും, ഒരിക്കലും അല്ല, അച്ഛൻ റോബോട്ടിക്സിൽ ഒരു എക്സ്പേർട്ട് ആയിരുന്നു, റോബോട്ടിന്റെ കാര്യങ്ങളൊക്കെ നന്നായി അറിയുന്ന ആളായിരുന്നു ഇവരുടെ അച്ഛൻ. He had been delighted with the new butler. It was a dream come true, but Ricky was obstinate. I want to get rid of him. അപ്പോൾ റിക്കി പറയും, പറ്റില്ല, എനിക്ക് ഇതിനെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞിട്ട് പറയും. A heated argument between Ricky and his father followed. അപ്പോൾ റിക്കിയും അവൻ്റെ ഫാദറും തമ്മിൽ ഒരു കോൺവെർസേഷൻ, ഒരു ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് നടക്കുന്ന, ഒരു തർക്കം നടക്കുകയാണ്. ഫാദർ പറയും, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. ഈ റോബോട്ട് വളരെ നല്ലൊരു ഡിവൈസാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അത് ചെയ്യുന്നതെന്ന് നോക്കൂ എന്ന് പറയും. റിക്കി പറയും, ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. എനിക്ക് ദോഷമാണ്, അത് നല്ലതിനേക്കാൾ എനിക്ക് ദോഷമാണ് ചെയ്യുന്നതെന്ന് ആര് പറയും? റിക്കി പറയുന്നു. ഫാദർ പറയും, യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നീ പറയുന്നത് തെറ്റാണ് റിക്കി, ഒരു റോബോട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല.
അപ്പോൾ റിക്കി പറയും ഐ കാൺട്ട് എഗ്രി വിത്ത് യു, എനിക്ക് നിങ്ങളോട് യോജിക്കാൻ പറ്റില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാം. അപ്പോൾ റിക്കി പറയും അത് ശരിക്കും പ്രോഗ്രാം ചെയ്യാത്തൊരു റോബോട്ടാണെങ്കിൽ നമുക്കത് വലിയ പ്രോബ്ലം ആയിരിക്കുമെന്ന് റിക്കി അച്ഛനോട് പറയും. റിക്കി kept on complaining to his parents about the robot hiding things. അപ്പോൾ റിക്കി ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരുന്നു അവൻ്റെ പാരൻസിനോട്, ഈ റോബോട്ട് എല്ലായിടത്തും ഒളിപ്പിച്ച് വെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈൻറ്റ്. ദാറ്റ് ഔട്ട്വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ്. One day the robot who was wearing past heard the boys complaints. അപ്പോൾ ഈ ബോയ് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. റിക്കി എപ്പോഴും കംപ്ലൈൻറ്റ് പറയുകയാണ്. ഒരു ദിവസം റിക്കി കംപ്ലൈൻറ്റ് പറയുന്നതെല്ലാം ആര് കേൾക്കുകയാണ്? നമ്മുടെ റോബോട്ട് കേൾക്കുന്നു. The robot returned with a pair of Ricky's shoes and some of his clothes. റോബോട്ട് പോയിട്ട് റിക്കിയുടെ ഒരു പെയർ ഓഫ് ഷൂസും അതുപോലെ കുറച്ച് തുണികളും എടുത്ത് റിക്കിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. ഇതാ സർ, ഇത് നിങ്ങളെ ഇത്രയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. അപ്പോൾ റോബോട്ട് ഇങ്ങനെ പറയും. ഹൗ കുഡ് ഇറ്റ് നോട്ട് യു തീഫ്. അപ്പോൾ എന്താ പറയുന്നത്, അതെങ്ങനെ പറയാൻ പറ്റും കള്ള എന്നാണ് ആരെ വിളിക്കുന്നത്? ഹൗ കുഡ് ഇറ്റ് നോട്ട് യു തീഫ് എന്ന് പറയുകയാണ് അല്ലേ. അതെങ്ങനെ കള്ള എന്ന് വിളിക്കുകയാണ് നമ്മുടെ റോബോട്ടിനെ. തീഫ് എന്ന് പറഞ്ഞാൽ കള്ളെന്നാണ് കേട്ടോ. അപ്പം എങ്ങനെ പറ്റില്ല, എങ്ങനെ ഹൗ കുഡ് ഇറ്റ് നോട്ട്, എങ്ങനെ പറ്റില്ല കള്ള എന്ന് പറയാണ്. യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. അപ്പോൾ എന്താ പറയുന്നത്, ആഴ്ചകളായി നീ എൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കുക ആയിരുന്നില്ലേ എന്ന് ചോദിക്കും. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. അപ്പോൾ റോബോട്ട് മറുപടി പറയും, ഞാൻ നിങ്ങളുടെ സാധനങ്ങളൊക്കെ നിലത്ത് ഫ്ലോറിൽ തറയിൽ ചിതറിക്കിടക്കുന്നത് കണ്ടു. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. ഞാൻ വിചാരിച്ചു നിങ്ങൾക്കതിന് ആവശ്യമില്ല എന്ന്. ഐ ആം പ്രോഗ്രാംഡ് ടു കളക്ട് ഓൾ ദാറ്റ് ഇസ് നോട്ട് വാണ്ടഡ്. എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? റോബോട്ട്സ് എല്ലാം ഓൾറെഡി പ്രോഗ്രാംഡ് ആയിരിക്കും കേട്ടോ, പ്രീ പ്രോഗ്രാംഡ് ആയിരിക്കും. അതിന് എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ അതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ മാത്രമേ അവ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ഈ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ആവശ്യമില്ലാത്തതെല്ലാം ശേഖരിക്കുക എന്നുള്ള പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വേർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. രാത്രിയിൽ ഞാൻ ഈ സാധനങ്ങളെയൊക്കെ എന്ത് ചെയ്യും, വേറെ മനുഷ്യർക്ക് ആവശ്യമുള്ളവരുണ്ടാവൂലേ ഈ സാധനങ്ങൾ, ഇവൻ വലിച്ചെറിയുന്ന ഈ ഡ്രസ്സും കാര്യങ്ങളും ആവശ്യമുള്ള എത്രയോ ആളുകൾക്ക് ഇതൊന്നും കിട്ടാണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാനത് കൊടുക്കുന്നു, അയച്ചു കൊടുക്കുന്നു എന്ന് പറയും റോബോട്ട്. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. ഞാനൊരു മാക്സിമം എഫിഷ്യൻസി ഉള്ള ഒരു മെഷീനാണ്. വേർ യു അൺഅവെയർ ഓഫ് ഇറ്റ്. നിങ്ങൾക്കത് അറിയില്ലേ? റോബോട്ട് പറയും വിത്ത് എ സെർട്ടൻ പ്രൈഡ്. കുറച്ച് അഭിമാനത്തോട് തന്നെ റോബോട്ട് പറയും, ഞാൻ ഒരു മാക്സിമം എഫിഷ്യൻസി മെഷീനാണ്, താങ്കൾക്ക് അത് അറിയില്ലേ എന്ന് ചോദിക്കുന്നു. Ricky was ashamed. He had spent all his life treating things as though they were useless. റിക്കി ഇതെല്ലാം കേട്ട് റിക്കിക്ക് നാണക്കേടായി. കാരണം അവൻ ഈ ലൈഫ് ഇത്രയും കാലം അവൻ്റെ എല്ലാ സാധനങ്ങളെയും വളരെ യൂസ്ലെസ് ആയിട്ടാണ് കൺസിഡർ, ഒന്നിനൊരു വിലയില്ലാണ്ട് എല്ലാം ഉപയോഗിച്ച ഒരാളാണ് റിക്കി. ഹി കെയർഡ് ഫോർ നത്തിങ്. ആരോട് ഒന്നിനെക്കുറിച്ച് അവൻ ബോധേഡ് ആയിരുന്നില്ല. യെറ്റ് ദർ വർ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ് ഹൂ വുഡ് ഹാവ് ബീൻ ഡിലൈറ്റഡ് ടു ഹാവ് റിക്കീസ് തിങ്സ്. അപ്പോൾ റിക്കിയുടെ ഈ സാധനങ്ങൾ കിട്ടുമ്പോൾ ഹാപ്പി ആവണ ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. അവൻ വലിച്ചെറിയുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ, അവന് വേണ്ടാത്ത ഡ്രസ്സസ്, സാധനങ്ങൾ, അതൊക്കെ ആവശ്യമുള്ള ഒരുപാട് പേര് വേറെ ഉണ്ടാവും ലോകത്തല്ലേ. അവർക്കൊക്കെ ഇത് കിട്ടുമ്പോൾ ഹാപ്പിനെസ് ആണ്. Unlike him, they would have taken good care of them too. He realized that the robot was neither broken nor misprogrammed. അപ്പോൾ റിക്കിയുടെ തെറ്റ് മനസ്സിലാവുകയാണ്. റോബോട്ട് ഒരിക്കലും എന്താ പറയുക നല്ലതല്ലാണ്ട് മിസ്പ്രോഗ്രാംഡ് അല്ല, നല്ല റോബോട്ട് തന്നെയാണെന്ന് റിക്കി തിരിച്ചറിയും. റാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള റോബോട്ട് തന്നെയാണിതെന്ന് റിക്കി തിരിച്ചറിയുന്നു. സിൻസ് ദെൻ, അന്നു മുതൽ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അന്നു മുതൽ നല്ല മാക്സിമം എഫിഷ്യൻസി ബോയായി മാറാൻ റിക്കി തീരുമാനിക്കുകയാണ്. അവൻ്റെ കഴിവുകൾ, അതായത് മടിയനായി ഇരിക്കാണ്ട് മാക്സിമം പണികൾ ചെയ്യാനും അവനെ കൊണ്ടാവുന്നത് ചെയ്യാനും അവൻ തീരുമാനിക്കുകയാണ്. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. ഹി കെപ്റ്റ് ദം ടൈഡി ആൻഡ് മെയ്ഡ് ഷുവർ ഹി ഡിഡ്ന്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. അവനൊന്നും വലിച്ചു വാരി എറിയില്ല, എല്ലാം നീറ്റ് ആൻഡ് ടൈഡിയായി സൂക്ഷിക്കും. ആവശ്യത്തിൽ കൂടുതലൊന്നും അവൻ
വെക്കുന്നില്ല. അവൻ ആവശ്യമുള്ളത് മാത്രം അവൻ ഉപയോഗിക്കാൻ ശ്രമിച്ചു. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. With his pocket money, he began to help people and buy needful things for them. അവന് അച്ഛനും അമ്മയും പോക്കറ്റ് മണി കൊടുക്കും. ആ പോക്കറ്റ് മണി കൊണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യാനും അവൻ തുടങ്ങി. അപ്പോൾ വളരെ നല്ലൊരു സ്റ്റോറിയാണ്. നിങ്ങൾക്കെല്ലാം ഒരു മോറൽ പോലെ അല്ലെങ്കിൽ ഒരു മോഡലായിട്ട് എടുക്കാവുന്ന ഒരു കുട്ടിയാണ്. റിക്കിയുടെ മാറ്റം, റിക്കി സഹായിക്കുന്നത് കണ്ടില്ലേ, അതുപോലെയൊക്കെ നല്ലൊരു നീറ്റ് ആൻഡ് ടൈഡുള്ള കുട്ടികളായിട്ട് എല്ലാവരും ശീലിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയുമാണ് ഈ പാഠത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്, അതുപോലെ ആക്ടിവിറ്റീസും പാർട്ട് 2 ക്ലാസ്സിൽ നിങ്ങൾക്ക് അതെല്ലാം അവൈലബിൾ ആയിരിക്കും. എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകളും ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ടെസ്റ്റ് പേപ്പേഴ്സും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ഈ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.